ചെയ്യാൻ പോകുന്നത് ഒരു കൂട്ടുകറിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ തിന്നാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റേറിയൻ കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്നുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് സോയ. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ കോളിഫ്ലവറും നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, 2-3 സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കാബേജ്, അതുപോലെ 3 വലിയ മുളക്, മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങ, കറിവേപ്പില, എണ്ണ, കടുക്, പിന്നെ ഇതിൽ 2-3 കഷ്ണം വെളുത്തുള്ളിയും പട്ട കിടപ്പുണ്ട്. ഇതിൽ പിന്നെ ജാതിക്ക, ഏലക്ക, നമ്മുടെ പെരിഞ്ചീരകം, ഇത്രയും ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് പൊടിച്ചതല്ല, മുഴുവനോടെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് കൂട്ടിനൂടെ അരയ്ക്കാനുള്ളതാണ്. ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടുകൾ കാണാം. ആദ്യം തേങ്ങ നമ്മൾ ഇതിനകത്തോട്ടിട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. ഇനി നമ്മളെടുത്ത് വച്ചിരിക്കുന്ന വെളുത്തുള്ളി, തക്കോലം, പട്ട, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട്, പെരുംജീരകം എല്ലാം കൂടെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ. എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ്, കാബേജ്, കോളിഫ്ലവറിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് കഷ്ണത്തിൽ ആവാൻ വേണ്ടി, പച്ചക്കറിയുടെ ആവാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് ഉപ്പൂടെ ഇടണം. ഇനി നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച്, 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കിതിനെ ആദ്യം കടുക് വറുത്തെടുക്കണം. അതിനായി എണ്ണ ഒഴിച്ചു. കടുക് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. കറിവേപ്പില, ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കുക്കറിൽ പച്ചക്കറി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ കല്യാണ വീടുകളിലെല്ലാം നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും കിട്ടുന്ന കൂട്ടുകറിയാണിത്. അതേ ടേസ്റ്റിൽ കിട്ടും ഇതേപോലെ ചെയ്തെടുത്താൽ. തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല, നമുക്ക് തേങ്ങ തന്നെ അരച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് ചളിച്ച് പോകത്തില്ല, അവിടെ ഈ കേടായി പോകത്തില്ല കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർക്കുകയാണ്. നല്ലതുപോലെ ചേർത്തിട്ടുണ്ട്. ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോയ നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുത്തതാണ്, വെള്ളം മൂറ്റി കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് സോയ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചിട്ടൊന്ന് വേവിക്കാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇതുപോലെ രീതിയിലുണ്ടാക്കുക. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.